പെൻസിൽ പാൻറ്റിൻ്റെ സ്ലിറ്റ് ഒന്ന് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് കുറേ ദിവസമായി മെസ്സേജ് വരാൻ തുടങ്ങിയിട്ട്. ലോങ് വീഡിയോയിലൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കണം കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. ചുരിദാറിൻ്റെ താഴ്ഭാഗമാണ് ഈ കാണുന്നത്. 2 ലെയർ തുണി ഞാൻ വെച്ചിട്ടുണ്ട്. താഴേന്ന് 1 ഇഞ്ച് ഇതേപോലെ സീം അലവൻസ് കൊടുക്കുക താഴ്ഭാഗം അടിക്കാനായിട്ട്. അതിനുശേഷം സ്ലിറ്റിന് വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് കൊടുക്കുക. ഞാനിവിടെ 2 ഇഞ്ചാണ് കൊടുക്കുന്നത്, വേണമെങ്കിൽ 3 ഇഞ്ചും കൊടുക്കുക. അതിനുശേഷം സീം അലവൻസ് 1 ഇഞ്ച് ഇട്ടതിന് ശേഷം ഇതേപോലെ ലെങ്ത്തിൽ ഇങ്ങനെ വരച്ചെടുക്കുക. സ്റ്റിച്ച് ചെയ്യേണ്ടത് ഈ 2 വശങ്ങൾ മാത്രം ഉണ്ട്. അത് ഡബിൾ അടിപ്പ് അടിച്ച് കൊടുത്തേക്കിട്ട. സ്റ്റിച്ച് ചെയ്യാത്ത എഡ്ജ് ഭാഗം എന്തായാലും ഇതേപോലെ ഒന്ന് ബാക്ക് സ്റ്റിച്ച് അടിച്ച് കൊടുത്തേക്കണം കേട്ടോ. ഈ സ്ലിറ്റ് നമ്മൾ പലതരത്തിൽ സ്ലീവിലൊക്കെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വീഡിയോസൊക്കെ കിടപ്പുണ്ട്, ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അടിപ്പൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടുമല്ലോ. ഇനി ശ്രദ്ധിച്ചിരുന്നു, ഇതേപോലെ 2 വശങ്ങൾ ചേർത്ത് വെക്കണം. കണ്ടില്ലേ, ഈ 2 അടിപ്പുകൾ ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തണം. ഇനി തയ്ക്കാത്ത വശത്തെ തുണികൾ ഇതേപോലെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. സ്റ്റിച്ച് ചെയ്തേക്കണ ത്രെഡ് നമുക്ക് ഇതേപോലെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കണം കേട്ടോ. ചോക്ക് കൊണ്ട് മടക്കുമ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ തന്നെ മടക്കി വെക്കുക. ഇത് കണ്ടില്ലേ, പുറത്തേക്കൊക്കെ ഒന്നും പോകാത്ത രൂപത്തിൽ നേരെ തന്നെ മടക്കി വെക്കുക. എന്നിട്ട് ചോക്ക് കൊണ്ട് ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. സ്ലിറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ത്രെഡിൻ്റെ നേരെ തന്നെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഇനി വരച്ചേക്കണ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ സ്റ്റിച്ച് ഇടാത്ത ഭാഗം, അവിടെ ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കണം. അതിന് ആ ഭാഗം ഇതേപോലെ പുറത്തേക്ക് എടുക്കണം കേട്ടോ. അത് മറ്റുള്ള ഭാഗമായിട്ട് ടച്ച് ചെയ്യരുത്, അത് സെപ്പറേറ്റ് ഇതേപോലെ അടിച്ചു കൊടുക്കണം. ഡബിൾ അടിപ്പ് അടിച്ചു കൊടുക്കണം കേട്ടോ. ഒരു വശം അടിച്ച് ഇനി അതേപോലെ തന്നെ ഇപ്പുറത്തെ വശം ഒന്ന് അടിച്ചു കൊടുക്കുക. 1 മിനിറ്റിൻ്റെ വീഡിയോ ആയിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാനിതൊരു 2 മിനിറ്റിൻ്റെ വീഡിയോ ആയിട്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റിച്ചിങ് ഒക്കെ കഴിയുമ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ആ എഡ്ജ് ഭാഗം ഇതേപോലെ നല്ല രീതിയിൽ തന്നെ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് തന്നെ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് കുത്തി കൊടുക്കണം. എന്തായാലും ആ സ്ലിറ്റ് നല്ല അടിപൊളിയായിട്ട് ഇരിക്കണമല്ലോ, അതിന് എന്തായാലും ഇങ്ങനെ തന്നെ ചെയ്യാൻ വേണം. നേരത്തെ ഞാൻ ഇതേപോലെ ഒരു സ്ലിറ്റിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ മടക്കടിക്കാനായിട്ട് തുണി കിട്ടൂലല്ലോ എന്ന് ചോദിച്ചവർക്ക് ഇപ്പോൾ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ഇതേ കണ്ടില്ലേ, ഇവിടെ ആ 1 ഇഞ്ച് വിട്ടത് നമുക്ക് ഇതേപോലെ മടക്കടിക്കാനുള്ള സീം അലവൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി സ്ലിറ്റൊക്കെ നല്ല രീതിയിലൊന്ന് തേച്ച് കൊടുത്ത് ആ ഭാഗവും ഇതേപോലെ തന്നെ ഒന്ന് മടക്കി ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. വൈറ്റ് നൂലിട്ടാക്കണ കാരണമാണ് ഇതേപോലെ പുറത്തേക്ക് കാണുന്നത്. സെയിം നൂല് തന്നെ ഇട്ട് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. വൈറ്റ് നൂല് ഇടുന്നതിന് കുറേ പേര് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. കാരണം അവർക്ക് സ്റ്റിച്ചൊക്കെ നല്ല രീതിയിൽ കണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കേണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇതേപോലെ ഇവിടെ തേച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കൂടി ഒരു അടിപ്പും കൂടി അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ലിറ്റ് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 2 ഇഞ്ചിൻ്റെ സ്ലിറ്റാണ് ഇട്ടിരിക്കുന്നത്. പെൻസിൽ പാൻറ്റിന് 3-4 ഇഞ്ചിൻ്റെ സ്ലിറ്റ് ഇട്ടാലും കാണാൻ നല്ല ഭംഗിയായിരിക്കുള്ളൂ. ഇപ്പോൾ ഡൗട്ടൊക്കെ തീർന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.